പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. നിന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ഫലമായി കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്ത് നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവേ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവരിത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്,
അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പെന്തക്കോസ്ത യാത്രയാണ്. ആത്മീയ താരം നിക്കോദേമോസ് ആണ്. നിക്കോദേമോസ് കർത്താവിൻ്റെ ഈ വർത്തമാനമെല്ലാം കേട്ടപ്പോൾ ചോദിച്ചത്, പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യോഹന്നാൻ 3:4. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രശ്നമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയണത്, ഈശോ അതിനൊരു മറുപടി പറയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷെ ഇതിന്റെ ഷാർപ്പ് ആൻസർ ഏതാണെന്നറിയാവോ? അതായത് ആത്മാവിലും ജനിക്കണം. ആത്മാവും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതാണ് എൻ്റെ യഥാർത്ഥ. ഈ നമ്മുടെ ജഡത്തെ മെറ്റീരിയലൈസ് ചെയ്യാനും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ബൈബിൾ സൊല്യൂഷൻ ഇതാണ്.
എന്താണ്? യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ വ്യാഖ്യാനത്തിൽ വരേണ്ടത്, ഞാൻ അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടില്ല, കർത്താവിക്ക് എന്തൊരു വെളിച്ചം കൊണ്ട് ഞാൻ പറയണാണിപ്പോൾ. ശരിക്കും ഈ പറയേണ്ടത് ഈ 3:4 3:4 കൂടെ, യോഹന്നാൻ 3:4 കൂടെ ലൂപ്പ് ചെയ്യേണ്ട വചനം 3:4 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ് എന്ന് 6:63 പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ ഈശോ നിക്കോദേമോസ് പറയണത്. എന്താ പറയണത്? 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പൊ ഈ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല. പക്ഷെ ഈ രണ്ട് ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ എന്താ മാർഗം? ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയണത് ഈ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ അവിടെയാണ് പ്രശ്നം, വാക്കാണ് പ്രശ്നം. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവത്തെ സ്പിരിച്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താ? കർത്താവ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത് ഇതിനെ, ഈ മെറ്റീരിയലായിട്ടുള്ള ജഡത്തെ സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കാമെന്നാണ് പറഞ്ഞത്. ഒരിപ്പോൾ ഞാൻ പെന്തക്കോസ്തയിലേക്ക് നമ്മൾ പോവുകയല്ലേ, അപ്പോൾ അതിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. ഇപ്പോൾ പെന്തക്കോസ്ത യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നെന്താണ് പറയുന്നത്? ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് ഈ മെറ്റീരിയലിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളും ഇന്ന് പണ്ട് ജഡമായിരുന്നവർ, ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നവർ, വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്ന്, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹം ചുരത്താൻ വേണ്ടി കൊച്ചിലൊക്കെ ഇടയ്ക്ക് വരെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുണ്ട് ദൈവത്തിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് തൽക്കാലത്തേക്കൊന്ന് കാര്യം സാധിച്ച് നിർത്തുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആധ്യാത്മികതയായിട്ട് വരും. അപ്പം അത് അപകടകരമാണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെന്തക്കോസ്ത യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അധിഷ്ഠമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആധ്യാത്മികത ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തികളായിട്ട് മാറും, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ജഡമായ എന്നെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്നെ കൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിലെ ഈശോയുടെ മനോഭാവം അന്വേഷിക്കുന്നതുകൊണ്ടാണ്. അയാളെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്, അവരെന്തിനാ ഇങ്ങനെ ചെയ്തത്? നിനക്ക് ഈശോയുടെ മനോഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവം അവരെ കൊണ്ട് അനുവദിച്ച് കൊടുപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാനല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നീ പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. മാബുദിസ വഴി, ഈശോ കുരിശുമരണം വഴി എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ തന്ന്. പക്ഷെ അത് ഉറങ്ങിക്കിടക്കുക. അതിനെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കണം. നമ്മൾ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ, ഗലാത്യർ 5:22 സ്നേഹം, ക്ഷമ, എന്തൊക്കെയാണ്? വിശ്വസ്തത, സ്നേഹം, ക്ഷമ, വിശ്വസ്തത, നന്മ, പിന്നെ എളിമ,
പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഇതൊക്കെ നമുക്കുണ്ടാ, ഇതൊന്നും നമുക്ക് കാണിക്കില്ല, ക്ഷമിക്കില്ല, മറ്റുള്ളവർക്ക് നന്മ വിചാരിക്കില്ല. അതിന് മത്തായി 7:12 ദൈവം പറഞ്ഞിരിക്കുക, ഇത് ഒന്ന് ഇന്ന് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതിയിടണം. നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവപ്പെടണമെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അത് നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ ഇന്ന് ഉടമ്പടിയിൽ ഉള്ളവർ ഇത് നോക്കണം. നമ്മൾ പ്രതീക്ഷിക്കും അവൾ വന്ന് ആദ്യം എന്നോട് സംസാരിക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുക. ഞാൻ എന്ത് ചെയ്താലും അവൾ തിരിച്ച് സംസാരിക്കരുത്, അവൾ എന്ത് ചെയ്താലും നിങ്ങൾ തിരിച്ച് സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അയൽക്കാരൻ എന്തിനാ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇടുന്ന? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി വണ്ടി ഇടാതിരുന്നാൽ മതി, അയാൾ ഇട്ടോട്ടെ. എൻ്റെ വാതിക്കലിൽ എന്തിനാ വണ്ടി ഇടണം? ചവരെന്തിനാ ഇങ്ങോട്ട് ഇടണം? നിങ്ങൾ അങ്ങോട്ട് ഇടാതിരിക്കുക. ആ ജോലി നിങ്ങൾ ചെയ്തിട്ട്, അപ്പോൾ ഇത് ദൈവനാമത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കൃപ സമ്പാദിക്കുക. ആ കൃപ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ദൈവജോലി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും, ഒരു പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരു സഹനം ഉണ്ടാവും. ആ സഹനം ദൈവനാമത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് കൃപ കിട്ടുക. ആ കൃപ കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ സാധിക്കുക. കൃപ ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രാർത്ഥിച്ചാൽ കൃപ കിട്ടില്ല. ആ കൃപ കൊണ്ടാണ് നമുക്ക് നന്മ പ്രവർത്തിക്കാൻ സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതെല്ലാം നമുക്ക് കൃപ കൊണ്ടാണ്. ആ കൃപ കിട്ടുന്നെങ്കിൽ ഇത് സിമ്പിളാണ്. മറ്റുള്ളവരിൽ നീ എന്ത് ആഗ്രഹിക്കുന്നോ അത് അങ്ങോട്ട് ചെയ്യുക. അതാണ് ഈശോയുടെ മനോഭാവം. ഈശോ അത് ഒറ്റ വാക്കിൽ പഠിപ്പിച്ചു തന്നതാണ്. മറ്റുള്ളവർ നിന്നോട് സത്യം മാത്രമേ പറയാവൂ. ഞമ്മ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളോട് ഞമ്മ പറയും, നീ നുണ പറയുകയാണ്. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയും. ഞമ്മ സത്യം മാത്രമേ പറയാവൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് എല്ലാവരും സത്യം പറയണമെന്ന് ഞമ്മ ആഗ്രഹം ഞമ്മക്കിരിക്കുകയല്ലേ. പക്ഷേ അമ്മ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ആരും നമ്മളെക്കുറിച്ച് കുറ്റം പറയരുതെന്നാണ് നമ്മളെ ആഗ്രഹം. നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ. നീ നല്ല കാര്യം മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് പറയാവൂ. പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞാൽ നീ മറ്റുള്ളവർ, നിൻ്റെ കൂട്ടുകാരി വേറെ ആൾ നിന്നെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, നീ എന്തിനാ അവൾ എന്നെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ പോയത്? ഒരു വിഷമം ഉണ്ടാവും. ആരെക്കുറിച്ച് ആര് കുറ്റം പറഞ്ഞാൽ നീ കേൾക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് വചനം അകത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ നീ ദൈവ സാന്നിധ്യത്തെ കാണും. ഇത് ഈ വചനം എപ്പോഴും സൂക്ഷിക്കണം. ഇന്ന് ഈ ഒരു വചനമെങ്കിലും ഇങ്ങ് സൂക്ഷിക്കുക. മത്തായി 7:12 മറ്റുള്ളവർ നീ എന്ത് പ്രതീക്ഷിക്കുന്നു, അവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പ്രതീക്ഷിക്കുന്നു, അത് നീ പെരുമാറുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നീ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദൈവ സാന്നിധ്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സങ്കടമാണല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. ആ പരാജയമെല്ലാം നിൻ്റെ കൃപയ്ക്ക് കാരണമാകും. കൃപയുടെ പുറത്ത് കൃപയായിരിക്കും. നീ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ആ കൃപയിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ആവും. കുറേ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറേ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസം കുറഞ്ഞവർക്ക് വിശ്വാസം കിട്ടാനും ഇല്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരും ആർക്കാ വിശ്വാസം ആവശ്യം. അവരെ പറഞ്ഞോളൂ. നീ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ മുമ്പിൽ വിടും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് ഈ കൃപയ്ക്കകത്തുള്ളത്. കൃപയില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഉറക്കം വരും.
ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരാറില്ലേ? പിന്നെ പ്രാർത്ഥിക്കാമെന്ന് തോന്നാറില്ലേ? ഇങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ പ്രാർത്ഥിക്കുന്നവരില്ലേ? അതിൻ്റെയൊക്കെ കാരണം കൃപയില്ലാത്തതുകൊണ്ടാണ്. ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ വേറെ എന്ത് വായിച്ചാലും വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ബൈബിൾ വായിച്ചാൽ ഉറക്കം വരും, വായിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മളെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോവും. അത് കൃപയില്ലായ്മ കൊണ്ടാണ്. കൃപ കിട്ടണമെങ്കിൽ നീ ദൈവവചനകത്ത് സൂക്ഷിക്കുക. ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്ന സഹനം ഈശോയുടെ നാമത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് കൃപയായിട്ട് നിനക്ക് മാറും. ഉടമ്പടി ജീവിതം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. രണ്ടാമത്തത്, ശിഷ്യന്മാർ ഈശോടത്ത് പറഞ്ഞത് എന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 5:8 ഈശോ പ്രാർത്ഥന പഠിപ്പിക്കാൻ ഈശോ ചെയ്തത് എന്താണ്? ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമുക്ക് പലവരിക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല. നമ്മൾ കുറേ ഒരു കൊന്ത ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഒരു 53 മണി തീർന്നത് പോലും അറിയില്ല. പലവരുടെയും പ്രശ്നം സ്വർഗസ്നായ പിതാവെ ചൊല്ലി ഇടയ്ക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഇടയ്ക്ക് നിന്ന സ്ഥലത്ത് പറയാൻ അറിയില്ല. വിശ്വാസപ്രമാണം ഇടയ്ക്ക് നിന്ന് പോയാൽ അതെന്താണെന്ന ബോധ്യമില്ലാതെ പറയുന്നതുകൊണ്ടാണ്. അത് നിന്നുപോയ സ്ഥലത്ത് പറയില്ല, പിന്നെ ഒന്നിൽ കൂടി തുടങ്ങണം. അതിനുണ്ടോ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നന്മ നിറഞ്ഞ വരുമ്പോൾ പോലും എവിടെ വെച്ച് നിന്നോ ഒന്ന് നിർത്തിയിട്ടൊന്ന് പറയാൻ നോക്കിയേ, ആദ്യം തൊട്ട് പറയാൻ പറ്റണം. അപ്പോൾ അതെല്ലാം നാവിൻ്റെ ഒരു എക്സസൈസായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെല്ലാം നാവിൻ്റെ എക്സസൈസാണ്. അത് മനസ്സും ശരീരവും വിട്ട് ആത്മാവിലേക്ക് വരും പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ചു കഴിഞ്ഞാൽ ദൈവവും നീ മാത്രമേ ഉണ്ടാകാവൂ, വേറൊന്നും പാടില്ല. അതാ നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കണം. കതകടച്ചെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ കതകടച്ച്, ലോകത്തിൻ്റെ ചിന്തയില്ലാതെ, മനസ്സിൻ്റെ ചിന്തയില്ലാതെ, ശരീരത്തിൻ്റെ ആവശ്യം, വിശപ്പ് എല്ലാം മറന്നിട്ട്, ശരീരമാണ് ഈ ലോകം, അതിൻ്റെ വാതിൽ അടച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. അത് ആത്മാവിലുള്ള പ്രാർത്ഥനയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ അതിനൊരു ഉപമ പറയുകയാണ്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പാതിരാത്രി ഇനിയൊരു സുഹൃത്ത് കയറി വന്ന്, അത് ലൂക്ക 11:5. അപ്പോൾ ഈ വീട്ടുടമസ്ഥനായ സുഹൃത്ത് ഇനിയൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ 3 പേരായി. ഇത് കുറേ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ അത് ഞാൻ പറയാൻ. അപ്പോൾ ആദ്യത്തെ സുഹൃത്താണ് വീട്ടിൽ ഇരിക്കുന്നത്. രണ്ടാമത്തെ സുഹൃത്ത് അയാളുടെ വീട്ടിലേക്ക് വന്ന് 2. മൂന്നാമത്തെ സുഹൃത്ത് അപ്പുറത്തിരിക്കുക. അപ്പോൾ പാതിരാത്രിക്ക് രണ്ടാമത്തെ സുഹൃത്ത് ഒന്നാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോഴത്തേക്കും അയാൾക്ക് എന്താ ആവശ്യം? അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. ഒന്നാമത്തെ സുഹൃത്ത് അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണത്തിന് വേണ്ടി എവിടെയാണ് പോകണം? ഭക്ഷണം അയാളുടെ വീട്ടിലില്ല, പരിഹാരം ഇല്ല. അതെവിടെയാണ് ഉള്ളത്? മൂന്നാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആളാരാണ്? അത് നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സുഹൃത്ത് ആരാണെന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പാതിരാത്രിക്ക് വരുന്ന സുഹൃത്ത് ആരാണ്? രണ്ടാമത്തെ സുഹൃത്ത് നമ്മളെ സഹനങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പാതിരാത്രിക്ക് വരുന്നതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹനങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കാം, മക്കളുടെ ദുശീലമായിരിക്കാം, നിൻ്റെ കടബാധ്യതയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാതെ നിൻ്റെ ബിസിനസ്സിൻ്റെ നഷ്ടമായിരിക്കാം. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ വേർപെടലായിരിക്കാം, സൗമ്യയില്ലാതെ അവർ തമ്മിൽ ചേർച്ചയില്ലായ്മയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടാമത്തെ ആൾ എപ്പോൾ വേണമെങ്കിൽ വരും. ഒന്നാമത്തെ ആളിന്
അത് തീർക്കാനുള്ള ഇതില്ല, അയാൾക്ക് അപ്പം കൊടുക്കാനില്ല. അപ്പം എവിടെയുള്ളത്? മൂന്നാമത്തെ ആളുടെ കയ്യിലുള്ളത് ഈശോയാണ്, ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ